വെറും 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ചായ തിളക്കുമ്പോഴത്തേന് കറി റെഡിയായി എന്നൊക്കെ പറയില്ലേ, അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതാ അതേപോലെ കൈ കൊണ്ട് പിച്ചിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അരിഞ്ഞതാണ് ചേർക്കുന്നത്. കറിവേപ്പിൻ്റെ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ മല്ലിയിലേക്ക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഇതാ 2 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാനൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡൊക്കെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഇതിൽ കളറില്ല കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്നും കൂടെ കുഴച്ചെടുത്തു. പിന്നെ വീണ്ടും 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ. ആ ഒരു മാവ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതാണ്. എണ്ണ ചൂടാവുന്നത് വരെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ചൂടായി അതിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ഒന്നും ഇങ്ങനെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 2 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചത്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. ഞാൻ അങ്ങനെ കൈകൊണ്ട് ചെറുതാക്കി നുള്ളി ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റും വേണം. ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ എണ്ണ കുടിക്കും. അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. കരിയാതെ നോക്കണം. അപ്പം അങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ചായയും ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക്